നേരം പുലർന്നു തുടങ്ങി. തേജസ്സുള്ള കൃഷിയിടങ്ങളിൽ ആളനക്കങ്ങൾ, വഴിയോരങ്ങളിൽ ജീവിതയാത്ര. കൈലിമുണ്ടുടുത്തു പോകുന്നു ആ പ്രഭാത നടത്തക്കാരൻ. കൊഴുവല്ലൂരിലെ ഇടറോഡുകൾക്ക് ജീവൻ വെച്ചു. ജീവിത സ്നേഹത്തിന്റെ പ്രസരിപ്പുമായി മന്ത്രി സജി ചെറിയാൻ. ഇന്ന് രാവിലെ വേണുവിന്റെ പടം എടുക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ വന്നതാണ്. വേണുവിനെ അവർക്ക് കാണണമെന്നുണ്ട്. വകുപ്പ് രാവിലെ ചായ കുടിക്കാൻ വരുന്നു. അപ്പൊ അവർക്ക് വേണുവിനെ കാണണം. അപ്പൊ എനിക്ക് മധുരം വേണ്ട, നിങ്ങൾക്ക് മധുരം വേണ്ട. അപ്പൊ എല്ലാവർക്കും മധുരം കിട്ടുന്നത് ബാക്കിയല്ലേ. ഞാൻ ഒരു ദിവസം ഈ ഭാഗത്തോട്ട് വന്ന, ഒരു ദിവസം വടക്കൊരു ചായക്കടയുണ്ട്, പിന്നെ പടിഞ്ഞാറ്, 3 സ്ഥലത്തിട്ടു. വേണം ഇവിടുത്തെ ഒരു വലിയ മെയിൻ ചായ കടിക്കാരനാണ്. പിന്നെ രാവിലെ എപ്പോഴും ഒരു 10-15-20 പേര് കാണുള്ളൂ. ഇന്നെന്താ പറ്റിയാലും കാണുന്നു. നെൽപ്പാടമുണ്ട്, ഇതിന്റെ അങ്ങോട്ട് കാണുന്ന ഞങ്ങളുടെ കുറച്ച് നെൽപ്പാടം വിറ്റു. നമ്മള് വാഹനങ്ങളൊന്നും അന്ന് ക്രമിച്ച് കൊണ്ടുപോകുന്ന കാലമല്ല. ഇവിടെ കൊയ്ത് ഇങ്ങോട്ട് വെച്ച് ഇവിടെ തന്നെ മെതിച്ച് ഇവിടെ നിന്നുള്ള നെല്ല് കൊണ്ടുപോയി. പിന്നെ അപ്പോൾ 5-6 ദിവസം ഇവിടെ താമസം കാണും. പിന്നെ അങ്ങനെ ഇവിടെ വരും ചെറുപ്പത്തിൽ. നമ്മൾ നിങ്ങളിപ്പോൾ അതിഥിയല്ലേ, നിങ്ങൾ സ്പെഷ്യൽ വന്നോണ്ടിരിക്കും. എന്തുകൊണ്ട് നമ്മുടെ മത്സ്യമിട്ടോ എന്താണ് രാവിലെ ഒരു വല്ലാത്ത സ്നേഹം? ഈ കഥാപാത്രങ്ങളെ ഇവിടുന്ന് വരുന്നുള്ള ഞാൻ അവനെ പറ്റി എന്താ സൈഡ് നോക്കാൻ പോകും? വണ്ടിയില്ലേ? എന്ത് പറ്റില്ല. വേണുവിന്റെ കാലം കഴിഞ്ഞാൽ പിന്നീട് ചായക്കടയില്ല. പിള്ളേർ രണ്ടുപേരും ഫസ്റ്റ് ആയിട്ടില്ല. രണ്ടിൽ പോകും. നമ്മൾ വിചാരിക്കും വേണുവിനും രാവിലെ പുള്ളിക്ക് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും വന്നിരിക്കില്ല. വേണുവിന്റെ അച്ഛൻ വലിയ കോൺഗ്രസ്സാണ്. വേണു ഏത് പാർട്ടി? ഞാനൊരു പാർട്ടി കോൺഗ്രസ്സാണ്. പക്ഷെ ഇപ്പോ നമ്മൾ മത്സരിക്കും വോട്ട് ചെയ്യും. അങ്ങനൊക്കെ ശീലമുണ്ട്. ആ സമയത്ത് തരുവാളിനെ കൂട്ടും. സഖാവ് നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ വേറൊരാൾ വോട്ട് ചെയ്യില്ല. ഞങ്ങളുടെ നാടാണ് ഞങ്ങളുടെ പ്രാധാന്യം. അതാണ് അതിൻ്റെ. ചായയുടെയും വർത്തമാനത്തിൻ്റെയും ഊർജത്തിൽ കരുണയിലേക്ക് ഒപ്പം നടന്നു. പാലിയേറ്റീവ് കെയർ സെൻ്ററായി തുടങ്ങി 22 ഏക്കറിൽ വളർന്നു കിടക്കുന്നു കരുണ, സജി ചെറിയാൻ്റെ സ്വപ്ന പദ്ധതി. അഗതികൾക്കും രോഗികൾക്കുമുള്ള ആശ്രയ കേന്ദ്രം. ഏത് തിരക്കിലും ഇവിടെ എത്താതിരിക്കാനാവില്ല. ജൈവ കൃഷിയും മീൻ വളർത്തലും ഫാം ടൂറിസവും സമന്വയിക്കപ്പെടുന്നു. മുളങ്കാടുകൾ കാവൽ നിൽക്കുന്ന വയൽ ചെടികളുടെ സുഗന്ധമുള്ള ഇടത്തോടുകളുടെ ഈണമാണ് കരുണ. അപ്പോൾ ഇവിടെ വരെയുള്ള ഭാഗം ഞങ്ങൾ പിന്നെ ഞാൻ ഇത് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് അങ്ങോട്ട് വന്നിട്ടു. ഇവിടെ ഇങ്ങനെ സ്റ്റീപ്പായി കിടന്നാണ്. ഇത്രയും മണ്ണ് അറിഞ്ഞെടുത്ത് അങ്ങോട്ടിട്ടു. മണ്ണ് പുറത്തുകൊണ്ടുമല്ലേ അങ്ങോട്ടിട്ടു. ഈ ഒരു പ്ലോട്ട്, ഇതിൻ്റെ താഴെ ഒരു പ്ലോട്ട്, അതിൻ്റെ താഴെ ഒരു പ്ലോട്ട്, 3 പ്ലോട്ടായി ഈ 3.5 ഏക്കർ സ്ഥലം. ഭാവിയിലൊക്കെ ഇവിടെ ആവശ്യമാണെന്ന് കിടക്കാൻ വന്ന സ്ഥലമൊക്കെ പരിചയപ്പെട്ട് വെക്കണ്ടേ? അതെ. ഇത് നമ്മുടെ പിന്നെ സ്റ്റോർ. ഇത് നമ്മൾ 100 ബെഡിന്റെ ഒരു പാലിയേറ്റീവ് സെന്ററാണ്. ഇവിടെ തന്നെ പണി തീർന്നു. ഇനിയിപ്പം ഓപ്പണിങ്ങിലേക്ക് പോകാം. ഇത് നമ്മുടെ ഡോക്ടർ ഫാർമസി, ഡോക്ടർമാരുടെ OP ആണ്.
മന്ത്രി എന്നല്ല, കരുണയുടെ ചെയർമാൻ എന്നുള്ളൊരു രീതിയിൽ എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. അത്രമാത്രം നല്ല പ്രവർത്തനങ്ങളാണ് ആ മനുഷ്യൻ ചെയ്യുന്നത്. പുണ്യപ്രവർത്തനം അത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാത്ത ഒരു അവസ്ഥയാണ്. അതാണ് സജി ചെറിയാൻ എന്ന് പറയുന്ന വ്യക്തി. എൻ്റെ പെണ്ണുമ്പിള്ളയോട് പോയി അത് ശരി. ഇവിടെ ബസ്സൊക്കെ പ്രത്യേകം തുടങ്ങിയില്ലേ? ഇതൊരു പ്രത്യേക വെറൈറ്റിയാണ്. ഇത് നല്ല കൂടിയ ഇതിൻ്റെ പേരെന്താണ്? സെറാമി. സെറാമി എന്ന് പറയുന്നൊരു പ്രത്യേക വെറൈറ്റിയാണ്. ഒരു സാധനം ഒരാഴ്ച അടിയുന്നു. ഭയങ്കര ഭീകരേരിയ. എൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ ഫാദറും ഒക്കെ ഭയങ്കര കൃഷിക്കാരാണ്. കൃഷിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. പശുവും കോഴിയും എല്ലാം ഉണ്ടായിരുന്നു. നെല്ലും ഒരു സാധനം നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. കുരുമുളകും. അപ്പോൾ അങ്ങനെ ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് ഇതിനോട് നല്ല താല്പര്യം, ഈ കൃഷിയോട്. അങ്ങനെയാണ് ഞാൻ 2015 കേരളത്തിൽ ആദ്യമായി ഒരു പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുവന്നത്. ഫസ്റ്റ് കൊണ്ട് കേരളത്തിൽ വിഷരഹിത പച്ചക്കറി. ആ ആശയം തന്നെ കേരളത്തിൽ നിന്ന് കരുണയുടെ നേതൃത്വത്തിലാണ്. ഇവിടെ സ്ഥലം മേടിച്ചപ്പോൾ നമ്മൾ ചെയ്തു. അതായത് ആ കൃഷി ചെയ്തപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്തു. അതായത് കയർ ഭൂവസ്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് അവലംബിച്ചത്. അതിന് നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കിട്ടി. ഏറ്റവും മികച്ച വിഷരഹിത പച്ചക്കറി ഉത്പാദിപ്പിച്ച് കാണിച്ചത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കൃഷിയെ നമ്മൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന മാതൃകാ കൃഷി തോട്ടം പ്രവർത്തനം നമ്മൾ നടത്തും. ഇപ്പോഴും വിഷരഹിതമായ പച്ചക്കറി നമ്മൾ ഉത്പാദിപ്പിക്കും. പിന്നെ മത്സ്യകൃഷിയുണ്ട്, ഇഷ്ടംപോലെ മത്സ്യമുണ്ട്, ഇപ്പോഴും വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മേടിച്ചതിൻ്റെ ലാഭത്തിന് വേണ്ടിയൊന്നുമല്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് പുതിയ തലമുറ ഇതൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. 30 വയസ്സ് പ്രായം ഉണ്ടായിരുന്ന കാലത്തെ സജി ചെറിയാനും ഇന്നത്തെ സജി ചെറിയാനും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ഒരു കാര്യമായ വ്യത്യാസം തോന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്നും ഇന്നും ഞാനൊരു നാട്ടുകാരനാണ്. എനിക്ക് നമ്മുടെ നാട്ടിലിങ്ങനെ അന്ന് എങ്ങനെയൊക്കെ സഞ്ചരിച്ചു അതുപോലെ സഞ്ചരിക്കണമെന്നും അന്ന് എങ്ങനെയാണ് സൗഹൃദങ്ങൾ പങ്കിട്ടത് അതിപ്പോഴും അങ്ങനെ തന്നെ സൗഹൃദം പങ്കിട്ടണമെന്നും ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കണമെന്ന്. അതിനപ്പുറത്തേക്ക് ഒരു മന്ത്രി എന്നുള്ള നിലയൊന്നും എനിക്കറിയത്തുമില്ല അങ്ങനെ ജീവിക്കാൻ. മന്ത്രി എന്നുള്ള നിലയൊന്നും എനിക്ക് ഈ ഒരു എസ്കോട്ട് പോലും ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് നാടൻ ജീവിത രീതിയാണ് ഞാൻ 30-ാമത്തെ വയസ്സിലും കണ്ടത്. ഈ 59-ാമത്തെ വയസ്സിലും ഒരു നാടൻ ജീവിത രീതിയാണ് ഞാൻ കാണുന്നത്. മരിക്കുന്നവരെ അങ്ങനെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ജീവിതശൈലി മാതൃക പൊതുസമൂഹം തിരിച്ചറിയുന്നില്ലെന്ന് എപ്പോഴെങ്കിലും തോന്നി അതിനകത്തൊരു വിഷമം വന്നിട്ടുണ്ട്? എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്നെ ആരും തിരിച്ചറിയണമെന്ന് ഒരു നിർബന്ധം എനിക്കില്ല. ഞാൻ ഒരു മാധ്യമത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരുടെയും വ്യക്തിപരമായ പിന്തുണ കൊണ്ട് പൊതുപ്രവർത്തനത്തിൽ വളർന്നതെന്നാണല്ല. ഞാൻ 13-ാമത്തെ വയസ്സ് മുതൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി ആ ഒറ്റ ആശയത്തിൽ ഉറച്ചു നിന്ന് എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ സത്യസന്ധമായും ആത്മാർത്ഥമായും ചെയ്തതിൻ്റെ ഭാഗമായി എനിക്ക് ലഭിച്ച അവസരങ്ങൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിർഭയമായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും. നിർഭയമായി എൻ്റെ അഭിപ്രായ പ്രകടനം നടത്തും. പക്ഷേ അന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അടിക്ക് തിരിച്ചടി എന്ന് പറയുന്ന ഒരു ശൈലി കൂടി ജീവിതത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അതിനകത്തൊക്കെ മാറ്റം വന്നില്ലേ? ഒരിക്കലും ഞാനൊരു മനുഷ്യനെ ഉദ്ദേശിച്ചില്ല. അതൊക്കെ എനിക്കെതിരായിട്ടുള്ള അന്നത്തെ രാഷ്ട്രീയ ശത്രുക്കൾ ഉയർത്തിയ കാര്യങ്ങൾ. ഇപ്പോൾ ഇതുവഴി നടന്നു പോകുന്നു സങ്കല്പിക്കും. ഒരു ശത്രു എതിരെ വരുന്നു, ഒരു ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സഹവൻ ചെയ്യും. ആക്രമിക്കത്തില്ല. ഞാൻ ഇപ്പം എവിടെ പോയാലും എന്നെ ആക്രമിക്കും. ഞാൻ പറഞ്ഞില്ല നിർഭയം ഒറ്റയ്ക്ക് പോകുന്നു. ഞാൻ ഒറ്റയ്ക്ക് രാവിലെ ആത്മവിശ്വാസത്തിന് കാരണം എന്താ? എന്നെ ആക്രമിക്കാൻ ആവശ്യമില്ല. കാരണം ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല. അവർക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട്. എന്നെ ആക്രമിച്ചുകൊണ്ട് അവർക്കൊരു പ്രയോജനം ഉണ്ടാകാനും പോകുന്നില്ല. എന്നെ ആക്രമിച്ച് അവർക്ക് നഷ്ടം സംഭവിക്കത്തുള്ളൂ. ജനങ്ങളുടെ ഇടയിൽ അവർക്ക് ഒരു പരിഗണന കിട്ടില്ല. ഞാൻ ഈ രാവിലെയും വെളുപ്പിനെയും രാത്രിയിലും ഒക്കെ ഒറ്റയ്ക്ക് നടക്കുന്ന അല്ലെ സ്കൂട്ടറിൽ പോകുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. ഞാൻ രാവിലെ 6 മണിക്ക് നടക്കാം. എന്നെ കൊല്ലണേ കൊന്നാൽ പോലെ. അല്ല, ജീവിതത്തിൽ ഇത്രയും രാഷ്ട്രീയമായ വളർച്ച ഉണ്ടാകുമെന്ന് എന്തെങ്കിലും വിചാരിച്ചിരുന്നു? അതാ ആ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിൽ ഒന്നും ആഗ്രഹിക്കാതെ പ്രവർത്തിച്ച ആളാണ്. ധൈര്യമായിട്ട് പറയാം. അതായത് ഞാൻ എൻ്റെ ആശയങ്ങളെ മാത്രമാണ്, എൻ്റെ ലക്ഷ്യങ്ങളെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാനങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ 2014 രാമേന്ദ്രൻ നായർ MLA ആകത്തില്ല. ഞാൻ ആത്മകഥ എഴുതുമ്പോൾ നമുക്ക് എഴുതി വെക്കാം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാവി എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാവിയാണ്. ഞാനങ്ങനെ വിശ്വസിക്കുന്നതാണ്. എനിക്കൊരിക്കലും
രാഷ്ട്രീയത്തിൽ ഇന്ന സ്ഥാനത്തെത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അധികാരമില്ലെങ്കിൽ ഈ കാണുന്ന ജനങ്ങളുടെ സ്നേഹപ്രകടനങ്ങളും സന്ദർശകരുടെ തിരക്കൊക്കെ ഒരു നഷ്ടപ്പെടത്തില്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന അധികാരമില്ലാത്ത പ്രായം. ഞാനൊരു സാധാരണ പാർട്ടി പ്രവർത്തകനായി പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ തിരക്കുള്ള സമയങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് എപ്പോഴും തിരക്ക് കാണും, എപ്പോഴും എന്നെ കാണുന്ന ആളുകൾ വരും, അവരോടൊപ്പം ഞാൻ സഞ്ചരിക്കും, അവരുടെ കാര്യങ്ങൾ ഇടപെടും. അതിനൊന്നും എനിക്ക് പ്രത്യയശാസ്ത്രം ഒരു തടസ്സമേ അല്ല. അതെല്ലാം ഞാൻ പോയി ചെയ്യേണ്ടത് ചെയ്യും. പക്ഷേ ഈ കൈ ശുദ്ധമായിരിക്കും. ചെങ്ങന്നൂർ കൊഴുവല്ലൂർ തെങ്ങുംതറയിൽ ചെറിയാനും ഭാര്യ ശോശാമ്മയും 3 മക്കളോടും സത്യസന്ധരായി ജീവിക്കാനാണ് ഉപദേശിച്ചത്. തെങ്ങുംതറയിൽ ചെറിയാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥനും 1ാം തരം കർഷകനുമായിരുന്നു. PV ശോശാമ്മ സർക്കാർ സ്കൂൾ ഹെഡ് മിസ്ട്രസും. ഏറ്റവും ഇളയ മകൻ സജി ചെറിയാൻ മാതാപിതാക്കൾ നൽകിയ ബാലപാഠം മറക്കുന്നില്ല. ഈ സത്യസന്ധതയുടെ പൊട്ടിത്തെറിയാണ് ഭരണഘടനയും കൃഷിയും മുതൽ മണിപ്പൂർ പ്രശ്നം വരെ നീളുന്ന സജി ചെറിയാൻ്റെ വിവാദമായി തീർന്ന സംവാദങ്ങൾക്ക് തുടക്കമിട്ട പ്രതികരണങ്ങൾ. ഇപ്പം ഞാൻ അവസാനം പറഞ്ഞൊരു പ്രശ്നം വിവാദമായപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുത്തു. എന്നോട് പാർട്ടി പറഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ ആ പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, പക്ഷേ എൻ്റെ നിലപാടിൽ ഞാൻ മാറുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ മറുപടി കൊടുത്തു. അതെൻ്റെ അഭിപ്രായം. അത് കേരളമാകെ ചർച്ച ചെയ്തു, രാജ്യമാകെ ചർച്ച ചെയ്തു. ഞാനാ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഉദ്ദേശിച്ചത് എന്താണോ അത് കത്തിക്കേറി, അത് വീണ്ടും ചർച്ചകൾ വന്നിട്ടിരിക്കുക. ഞാനൊരു കാര്യം പറയാം, ഇന്ത്യയിൽ കോൺഗ്രസിന് പോലും ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയേണ്ടി വന്നത്, ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ജാഥ പോലും ഇപ്പം കത്തിക്കയറേണ്ടി വന്നത്, അല്ലെങ്കിൽ അവിടുന്ന് ആരംഭിക്കേണ്ടി വന്നത് ആ ചർച്ചയുടെ ഫലമാണെന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നു. നാളെ എനിക്കെന്ത് സംഭവിക്കും അതിൻ്റെ പേരിൽ ഒത്തിരി പേരോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ 10 വോട്ട് ഒരു വോട്ടും പോകത്തില്ല. എനിക്ക് അവരോടെല്ലാം ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. എന്നോട് അവർക്ക് ഭയങ്കര ബഹുമാനം, സ്നേഹമുണ്ട്. അത് ഈ ഒരു മതം മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളുമായിട്ട് ആത്മബന്ധമുണ്ട്. പക്ഷേ നിലപാടുകളിലൊന്നും മാറേണ്ട ആവശ്യമില്ല. ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണ് ഈ സമൂഹത്തിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇഷ്ടക്കേടുകൾ എന്തിനോടാണ്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, എനിക്ക് ഈ ആളുകളെ ചൂഷണം ചെയ്യുന്നതും ദ്രോഹിക്കുന്നതും കള്ളത്തരം കാണിക്കുന്നതും അതൊന്നും എനിക്ക് യോജിക്കാനേ കഴിയില്ല. മാനുഷിക മുഖമായിരിക്കണം എപ്പോഴും ഉള്ളത്. മനുഷ്യത്വത്തിനാണ് പരിഗണന. മറ്റൊരു പതിവ് ദിനം. ഇന്ന് നടത്തം മുടങ്ങി. 6 മണി മുതൽ കൊഴുവല്ലൂരിലെ വീട്ടിലെ ആൾക്കൂട്ടം. അതുകൊണ്ട് നടത്തം മാറ്റിവെച്ചു. രോഗം, വിഷമം, പ്രതിസന്ധികൾ. സാധാരണക്കാരുടെ മഹാദുഃഖത്തിൻ്റെ കൂരിരുട്ടിൽ ഒരു തിരി കൊളുത്തുകയാണ് സജി ചെറിയാൻ. ക്യാമറ പുറത്തെടുത്തപ്പോൾ മന്ത്രി പറഞ്ഞു, ഇതിൽ പുതുമയില്ല, എത്രയോ കാലമായി ഞാൻ ഇങ്ങനെ തന്നെ. കളക്ടറല്ലേ സജി ചെറിയാൻ ഞാൻ വിളിച്ചത്, ഈ കുട്ടനാട്ടിലെ ഈ പമ്പിങ് സബ്സിഡി ഉണ്ടല്ലോ, അത് 3 വർഷമായി കൊടുക്കുന്നതെന്ന് പറയുന്നു. എന്തോ കുട്ടനാട്ട് ഒരിടത്ത് പമ്പിങ് അല്ല, കുട്ടനാട്ട് ഒരിടത്ത് പമ്പിങ് സബ്സിഡി കിട്ടുന്നതെന്ന് പറഞ്ഞു. നാളെ വന്നവർ കാണട്ടെ, നാളെ വന്ന് കണ്ടിട്ട് അതിൻ്റെ സംഗതി മനസ്സിലാക്കിയിട്ട് ആവശ്യമായിട്ട് ചെയ്തിട്ട് ഇതൊരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. നിങ്ങൾ ഈ തന്നിരിക്കുന്നത് ശരിയായ ഗുഡ് മോർണിംഗ് ഡോക്ടറെ. സജി ചെറിയാനാണ്. ASD എന്ന് പറഞ്ഞൊരു ഹൃദ്രോഗത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു രമ്യ അപ്പോൾ അവിടെ വന്നു. പക്ഷെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ചെക്കപ്പ് കഴിഞ്ഞ് പോയപ്പോൾ അവിടെ ഇൻഷുറൻസ് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഇത് അടിയന്തരമായി ചെയ്യേണ്ട കേസാണോ? നിങ്ങൾക്ക് എന്താ അസ്വസ്ഥതകളുണ്ട്? ഈ കുട്ടിക്ക് ശ്വാസം മുട്ടുണ്ടെന്ന് പറയുന്നു. ഒരു മാസം നോക്കാം, അല്ലെങ്കിൽ നമുക്ക് അല്ല പിന്നെ നമ്മൾ സംഘടിപ്പിക്കാം. അല്ലേ, 1 മാസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇവിടുന്ന് അറേഞ്ച് ചെയ്യാം. ഗ്രാമീൺ ബാങ്കിന്റെ മാനേജറാണോ സജി ചെറിയാൻ മിനിസ്റ്റർ? അപ്പോൾ നിങ്ങളുടെ അവിടെ എൻ്റെ ഒരു വകുപ്പിൻ്റെ ഒരു മത്സ്യകൃഷി അവിടെ നടത്തുന്നതിന് വേണ്ടി വട്ടച്ചാൽ എന്ന കൃഷി ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥന്മാരും
ബന്ധപ്പെട്ട ആ കൃഷി ചെയ്യുന്ന ഒരു ബെൻസൺ ജോസഫും കൂടെ അവിടെ അപേക്ഷ തന്നായിരുന്നു. അപ്പോൾ അതൊന്ന് പരിഗണിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. മത്സ്യകൃഷി നല്ലതാണ്, അങ്ങോട്ട് യാവിക്കട്ടെ. നല്ല വരുമാനമുള്ളതല്ല, കാശ് കിട്ടും. ഇതിപ്പോൾ എത്ര രൂപ ലോൺ? 12 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ട്. നിങ്ങൾ 50,000 രൂപ എടുത്ത് അടച്ചിരുന്നു. അടച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അത് അടച്ചോണ്ടിരിക്കുന്നു അങ്ങനെ പറയുന്നു. എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് ചെയ്യാവുന്ന മാക്സിമം സഹായം ചെയ്തുകൂടെ. ഇതൊരു കൃഷിയാണ് കേട്ടോ. എന്തായി നമ്മുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെന്തെങ്കിലും പ്രശ്നം? സന്തോഷമായി. ഓ വീട് താമസിക്കാൻ പോവാ. നീ ഇങ്ങനെ പോയി ചാടല്ലേ? നമ്മുടെ മാവേലിക്കര ഒരു പുഷ്പ ചന്ദ്രൻ, അവിടെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി ഇവിടുന്ന് എല്ലാ പേപ്പറും മേടിച്ച് നാളെ അങ്ങോട്ട് വന്നാൽ വേണ്ട സഹായങ്ങൾ ചെയ്യാമല്ലോ. ഇത് ദാമോദരൻ ചേട്ടൻ. ഈ ദാമോദരൻ ചേട്ടൻ ബോംബെയിൽ താമസിക്കുന്ന പ്രവാസിയാണ്. ഈ ദാമോദരൻ ചേട്ടൻ്റെ ഒരേക്കർ സ്ഥലം, കോടികൾ വരെയുള്ള ഒരേക്കർ സ്ഥലം സൗജന്യമായി കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് തന്നു. ആ പാലിയേറ്റീവ് സൊസൈറ്റി തന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, അവിടെ ഭവനമില്ലാത്തവർക്ക് ഭവനം നിർമ്മിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതിനുവേണ്ടി ഞങ്ങൾ 48 ഫ്ലാറ്റ് പണിയാനുള്ള പെർമിറ്റ് എടുത്തു. വളരെ അപ്രതീക്ഷിതമായി എൻ്റെ വീട്ടിൽ രാവിലെ വന്ന് ഒരേക്കർ ഭൂമിയുടെ ഡോക്യുമെന്റ് തന്നു. ഞാൻ ചോദിച്ചു എന്നെ എന്തിനാ ഏൽപ്പിക്കുന്നു, വിശ്വാസം എന്നെ ഉണ്ടെന്ന് പറഞ്ഞു തന്നു. എൻ്റെ മനസ്സിൽ ഈ ധാരണ ഉണ്ടായിരുന്നു, ഈ സ്ഥലം ആരെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കണം, അതിന് നല്ലൊരു പാർട്ടിയെ കണ്ടുപിടിക്കണം. അവർ പറയും നല്ലതാണെന്ന്. അപ്പം ഞാനത് മനസ്സിലങ്ങ് ഉൾക്കൊണ്ടു. ഹയർ സെക്കൻഡറി അധ്യാപികയായിരുന്നു, പ്രിൻസിപ്പളായിരുന്നു, എൻ്റെ ക്ലാസ്മേറ്റ്. ഇവള് കോൺഗ്രസ് ആയിരുന്നു, ഇവളെല്ലാം കേൾക്കുക. അപ്പോൾ അങ്ങനല്ല, ഇവരെല്ലാം നമ്മൾ മാവോദിസം എടുത്തു. പുറത്തേക്ക് പോകാനുണ്ട്, പക്ഷേ ആൾവരവ് കുറയുന്നില്ല. എല്ലാവരെയും കണ്ട ശേഷമേ പോകൂ എന്ന നിർബന്ധവുമുണ്ട്. ഭക്ഷണം മറന്നു, വെള്ളം മറന്നു. ഭാര്യ ക്രിസ്റ്റീന ഇടയ്ക്ക് വന്ന് നോക്കി തിരികെ പോയി. സജി ചെറിയാൻ ശ്രദ്ധിച്ചില്ല. ഒടുവിൽ ഭാര്യയും മകൾ ഡോക്ടർ ദൃശ്യ എസ് ചെറിയാനും പുറത്തേക്ക് വന്നു. സജി ചെറിയാന് 3 പെൺമക്കൾ, 3 പേരും ഡോക്ടർമാർ. ഡോക്ടർ നിത്യ, ഡോക്ടർ ദൃശ്യ, ഡോക്ടർ ശ്രവ്യ. എന്നോട് കിടക്കും. കല്യാണം കഴിച്ച സമയത്തെ സജി ചെറിയാൻ ഇന്നത്തെ സജി ചെറിയാനിലേക്ക് മാറ്റമുണ്ടോ? അങ്ങനെ ഇല്ല. അന്നും നന്നായിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളെ കരുതുന്നു. നമ്മൾ 3 പെൺപിള്ളേരാണ്. ഗേൾ ചൈൽഡ്സ് എങ്ങനെ വളരണം, അങ്ങനെ നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യവും നമുക്ക് എങ്ങനെ അത്രയും പ്രൊട്ടക്ഷനും എല്ലാം തന്നാണ് അപ്പനും അമ്മയും ഒരുപോലെ നമ്മളെ വളർത്തിയത്. അങ്ങനെ നമുക്ക് ഭയങ്കര ഇക്വാളിറ്റിയാണ് എല്ലാവർക്കും. സന്ദർശകർ സംതൃപ്തരായി മടങ്ങുന്നത് കണ്ടിട്ടേ സജി ചെറിയാൻ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ. കാരുണ്യമാണ് കരുത്ത്. വന്നു പോകുന്ന ഓരോരുത്തർക്കുമുണ്ട് ഓരോരോ കഥകൾ. സജി ചെറിയാൻ സാറിനോട് ഞാൻ ഈ കാര്യങ്ങൾ RCCയിലേക്ക് പോകുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ സാർ അന്നേരം തന്നെ സാർ RCCയിലേക്ക് വിളിക്കുകയും നമുക്ക് വേണ്ട സഹായങ്ങളെല്ലാം സാറ് നമുക്ക് ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി എല്ലാം സഹായിക്കുന്ന ഒരു മന്ത്രിയാണ്. ഏത് കാര്യത്തിലും മന്ത്രി എൻ്റെ കൂടെ എപ്പോഴും എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയും. അതുകൊണ്ടാണ് സങ്കടം ബോധിപ്പിക്കാൻ വന്നത്. ഞാൻ വീട്ടിലുണ്ടെന്നറിഞ്ഞാൽ അത് MLA ആകുന്നതിന് മുമ്പ്, സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനായിരിക്കുന്ന കാലത്ത് ആളുകൾ എന്നെ കാണാം. അവർ കാണാൻ വരുന്നതിൻ്റെ ഒരു കാരണം പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്, ആളുകളുടെ എണ്ണം കൂടുന്നതും പിന്നീട് കാണാൻ വരുന്നതിൻ്റെ കാരണം എൻ്റെ മുമ്പിൽ വരുന്ന ഒരു കാര്യത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാകുക എന്നൊരു അനുഭവമുണ്ട്. ഞാൻ ആരോടും മുമ്പ് പറയുന്നില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന പ്രസ്ഥാനം തുടങ്ങാൻ തന്നെ കാരണം ഇതാണ്. കാരണം
നമുക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ്. പക്ഷേ ഞങ്ങളൊരു വലിയൊരു സ്ഥാപനം സംരംഭമായിട്ട് കാരണം മാറിയോടുകൂടി ഏത് രോഗി വന്നാലും ഞങ്ങൾക്ക് സഹായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ 177 വാർഡുകളിലായിട്ട് 4700-ൽ പരം കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ചെയർമാൻ ബഹുമാനായ മന്ത്രി ശ്രീ സജി ചെറിയാനാണ്. നമുക്ക് ഏകദേശം ഒരു 1250ഓളം വരുന്ന പൂർണ്ണമായും ബെഡഡായിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ കൃത്യമായി പരിചരണം എല്ലാ ആഴ്ചയിലും നടത്തുന്നുണ്ട്. നമുക്ക് 52 സ്റ്റാഫുകൾ, നേഴ്സുമാരുൾപ്പെടെ നമുക്കിന്ന് നിലവിൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കുണ്ട്. അതുപോലെ സ്വന്തമായി മെഡിക്കൽ ഷോപ്പുണ്ട്. അതുപോലെ തന്നെ എല്ലാ വെൽ എക്വിപ്ഡായിട്ടുള്ള നമുക്ക് ലാബുണ്ട്. 12ഓളം ആംബുലൻസ്, പറഞ്ഞ ICU ആംബുലൻസാണ്. അതെല്ലാം തന്നെ നമ്മുടെ മണ്ഡലത്തിൽ കൃത്യമായി പരിചരണം നടത്തുകയും രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. നമുക്ക് ഈ ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടാതെ പോകുന്നത് അവരുടെ കുഴപ്പമൊന്നുമല്ല. ഞാനിപ്പോൾ പ്രസംഗിക്കുള്ളത് പറയും, അതൊരു വ്യവസ്ഥയുടെ ഭാവം. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയതും അങ്ങനെ ഉണ്ടായിരിക്കുക. എൻ്റെ ഫാദറൊക്കെ കോൺഗ്രസ്, ഈ നിൽക്കുന്ന കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമാണ്. പക്ഷേ എൻ്റെ ഫാദർ മരിക്കുന്ന കമ്മ്യൂണിസ്റ്റായി മരിച്ചത്. അപ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആകാൻ കാരണം ഒരു പക്ഷേങ്കിൽ ഒരു യാഥാർത്ഥ്യം, ഒരു വസ്തുത, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ടല്ല നമുക്ക് കിട്ടിയ അനുഗ്രഹം മറ്റുള്ളവർക്ക് കിട്ടാതെ. അപ്പം ആ കിട്ടിയ അനുഗ്രഹം അല്ലെങ്കിൽ സമ്പത്ത് അത് നമ്മൾ മാത്രമായി അനുഭവിക്കാൻ പാടില്ല. പിന്നെ നമുക്കുള്ള സ്വത്തുക്കൾ അത് നമ്മുടെ കാലശേഷം അതും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം. അല്ലാതെ അത് നമ്മുടെ മക്കൾ മാത്രം അനുഭവിക്കുക എന്നൊരു നിലപാട്. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, അവരെ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിച്ചു, പഠിച്ചു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്വത്തുക്കളുണ്ടെങ്കിൽ ഇത് തന്നെ എന്ന് പറഞ്ഞാൽ വലിയ ഒരു വിവാദമായ ഒരു കേരളയിൽ വന്നപ്പോൾ നമ്മളെ ഒരുപാട് ആക്ഷേപിച്ചാണ് ഈ എൻ്റെ വീട്. എൻ്റെ പിതാവിൻ്റെ കുടുംബമാണ്, എൻ്റെ പിതാവുണ്ടായി, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കുടുംബമാണ്. അദ്ദേഹം മേടിച്ചത്, ഞാനായിട്ടൊന്നും മേടിച്ചിട്ടില്ല, നമ്മളുള്ളതൊക്കെ വിറ്റതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭവനവും ഈ സ്വത്തുക്കളും ഉള്ളതും ഇനിയും ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്ന രൂപത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ട് കരുണയ്ക്ക് വേണ്ടി ഇവിടെ വരുന്നവർക്ക് ഇവിടെ അവർ എപ്പോൾ വേണമെങ്കിലും എല്ലാവർക്കും പ്രവേശനം. നമ്മുടെ ഗേറ്റ് 24 മണിക്കൂർ തോന്നിട്ടുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം നമ്മളെ കൊണ്ട് ലഭിക്കട്ടെ. നമ്മളിത് കുറച്ച് കാലശേഷം വിറ്റ് മക്കൾ കൊണ്ടുപോയിട്ടൊന്നും പ്രത്യേകിച്ച് സാധിക്കാറില്ല. അതുകൊണ്ട് അവരങ്ങ് പോയി സന്തോഷത്തോളം ജീവിച്ചോളൂ. ഇത് വിറ്റില്ല, അങ്ങനെ ജീവിക്കണ്ട. അത് അവർ പഠിച്ച് ജോലി ചെയ്തവർ ജീവിക്കട്ടെ. എൻ്റെ ഒരു പോളിസി. ചെങ്ങന്നൂരിൻ്റെ മുൻ MLA KK രാമചന്ദ്രൻ നായരുടെ അനുസ്മരണ ദിനം വീട്ടിലേക്കെത്തി സജി ചെറിയാൻ പുഷ്പാർച്ചന നടത്തി. വൈകിട്ട് അനുസ്മരണ യോഗവുമുണ്ട്. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന കാവ്യ നിരീക്ഷണം മന്ത്രി സജി ചെറിയാൻ ബോധ്യമാക്കുന്നു. വളച്ചുകെട്ടുകളില്ലാത്ത വാക്കുകൾ, ഉപാധികളില്ലാത്ത സ്നേഹം, അനുകമ്പയുടെ ആന്തരിക ചൈതന്യം. പ്രതികാരമല്ല, പ്രതിരോധമാണ് അഭികാമ്യമെന്ന് അനുയായികൾക്കുള്ള രാഷ്ട്രീയ സന്ദേശം. ഇന്ന് കാണുന്ന CPM അല്ല ഇന്നലത്തെ CPM. നമ്മുടെ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ, തകർക്കാൻ സംഘടിതമായ പ്രവർത്തനങ്ങൾ ശത്രുക്കൾ നടത്തുന്നുണ്ട് എന്ന കാര്യം. ചെങ്ങന്നൂർ പെണ്ണുക്കരയിലെ രാത്രി യാത്ര പറയുമ്പോൾ സജി ചെറിയാൻ അറിയിച്ചു, എനിക്ക് ഇനിയുമുണ്ട് പോകുവാൻ, ഇനിയുമുണ്ട് യാത്ര. റോബർട്ട് ഫ്രോസ്റ്റിന്റെ വിഖ്യാതമായ വരികൾ ഓർമ്മയിൽ വന്നു. The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. മോഹനം മഹാവനം അത്യഗാധമെങ്കിലും ഓർത്തുവയ്ക്കുവാനുണ്ട് പറഞ്ഞുപോയ വാക്കുകൾ. പോകേണ്ടതുണ്ടേറെ ദൂരം, വീണുറങ്ങിടും മുന്നേ, വീണുറങ്ങിടും മുന്നേ.